1 month കൊണ്ട് 200 സബ്സ്ക്രൈബേഴ്സിലേക്ക് കിട്ടി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നീഷ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് ഇൻട്രസ്റ്റ്. ഇപ്പൊ കുക്കിംഗ്, ക്രാഫ്റ്റ്, മ്യൂസിക്, അങ്ങനെ ഏതെങ്കിലും ഒരു നീഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നീഷ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അവരെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. വൺസ് നിങ്ങൾ നീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഓർ ജെമിനി ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് നിങ്ങളുടെ നീഷ് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് നെയിം സജസ്റ്റ് ചെയ്ത് തരും. ആ സെയിം നെയിം നിങ്ങളുടെ യൂസ് ചെയ്യരുത്. അതാണ് മിക്ക ആൾക്കാർക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് മറ്റൊരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഈ ജെമിനി ChatGPT ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യണം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആ കിട്ടിയ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കണം. യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില് ഈ 3 പ്ലാറ്റ്ഫോം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്തിരിക്കണം. കാരണം നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഓടിപ്പോയിട്ട് നമുക്കൊരു നെയിം കിട്ടിയാൽ യൂട്യൂബിൽ നെയിം കിട്ടി അപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്യരുത്. അത് മെയിൻ മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വൺസ് ഒരു നെയിം അപ്ലോഡ് ചെയ്താൽ ചില പ്ലാറ്റ്ഫോമിൽ ഡിഫറൻസ് ഉണ്ട്. ചിലത് 14 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഒരു മാസത്തിൽ 2 തവണ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നെയിം കിട്ടിയാല് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോയി നോക്കുക. നിങ്ങൾക്ക് ആ ഹാൻഡിൽ കിട്ടുമെന്ന്, ആ പേര് കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ആ ഹാൻഡിൽ കിട്ടുമോ നിങ്ങൾ സെർച്ച് ചെയ്യുക. കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതെ ബാക്ക് അടിച്ചു വന്നിട്ട് യൂട്യൂബിൽ പോയി നോക്കുക. അവിടെ നിങ്ങൾക്ക് ആ നെയിം സജസ്റ്റ് ചെയ്തിട്ട് നോക്കുക കിട്ടുന്നുണ്ടോന്ന്. കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ കൊടുക്കരുത്. നേരെ ഫേസ്ബുക്കിൽ പോവുക, പേജ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ പോയിട്ട് നോക്കുക നെയിം കിട്ടും. 3 സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് നെയിം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഓക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് ഒന്ന് ഇപ്പൊ 2 വീഡിയോസ് നിങ്ങൾ ഇട്ടു, അപ്പൊ നിങ്ങൾക്ക് ഒരു റീച്ച് കിട്ടി, പിന്നെ നിങ്ങൾക്ക് നെയിം മാറ്റണം തോന്നി, അപ്പൊ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയി നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നെയിം ഓക്കെ കൊടുക്കുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റെക്കഗ്നൈസേഷൻ. ഇപ്പൊ ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാത്തിലും നിങ്ങളുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ കോമൺ ഫേസുകൾ കൊടുക്കാൻ ശ്രമിക്കുക. ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരരുത്. ഇത് ഈ ആളാണോ വേറെ ആളാണോ, ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഒരു യൂണീക്നെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് എയിം ചെയ്യുന്നത്, നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഒരാൾ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നമുക്ക് എന്ത് കിട്ടും, എന്തെല്ലാം പ്രതീക്ഷിക്കാം, അത് ഒരു പാക്കേജ് പോലെ ചാനലിൽ കിട്ടുമോ, മേ ബി നിങ്ങൾ സിംഗ് ചെയ്യും അല്ലെങ്കിൽ അൺബോക്സിംഗ് വീഡിയോസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഈ കുറച്ച് ടിപ്സ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാനും 1 month ആയിട്ടുള്ള ഈ ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു വേറെ ചാനൽ. അത് ഞാൻ ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്ത കാരണം എല്ലാം പൊട്ടിപ്പോയി. ഞാനിപ്പോ ഈ 1 month കൊണ്ട് എനിക്ക് അറൌണ്ട് 200 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. നിങ്ങളിപ്പോ പോയി പറയുന്ന ആളാരാ എനിക്കിപ്പോ 1 million സബ്സ്ക്രൈബർ ഉണ്ടോ, 10K സബ്സ്ക്രൈബർ ഉണ്ടോ എന്ന്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തുടക്കക്കാരോടാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി മിസ്റ്റേക്ക് ചെയ്യും. ഞാൻ ഇതിന് മുന്നേ ചാനൽ നടത്തിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ പറയുന്നത്. ഫ്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാം. തുടക്കക്കാർക്ക് അതൊരു ഉപകാരമാവട്ടെ. നിങ്ങൾ തുടങ്ങിയിട്ട് വെറുതെ പൊട്ടിക്കൊണ്ടല്ലോ, നമ്മളോ പൊട്ടി. അപ്പൊ നിങ്ങൾ പൊട്ടണ്ടെന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം.